Good morning YouTube. It is 10:55 in the morning and welcome back to my channel. പിന്നെ എന്തല്ല ഇന്ന് നമ്മുടെ റൂട്ട് ഏതാ മണിപ്പാൽ ആഗുംബെ ചിക്കമംഗ്ലൂർ മണിപ്പാലിന് ആഗുംബെ റൂട്ട് പോയി ചിക്കമംഗ്ലൂരാണ് ഇന്ന് നമ്മളെ റൂട്ട്. ചിക്കമംഗ്ലൂരിൽ നമ്മൾ ഫുള്ള് ടെൻ്റ് ആൻഡ് സ്റ്റേ. പിന്നെ ഇന്നലെ വന്ന റൂട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ജാസി ഇന്നലെ നമ്മൾ ഏകദേശം സൂം ഇങ്ങോട്ട് എടുത്ത് പോകാം. ജസ്റ്റ് ഇത് കാണിച്ചാൽ വീട് ഏകദേശം ഈ റൂട്ട് ഇവിടെ കാലിക്കറ്റ് അടുത്തായിട്ട് വരും. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ കൊയിലാണ്ടി, മാഹി, കണ്ണൂർ, ഇപ്പോൾ കാസർഗോഡ് ഉള്ളത്. ഇവിടുന്നാണ് നമ്മൾ ഇന്നത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്, കാസർഗോഡ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ ബാക്കി ഫുള്ള് കാണാം. മണിപ്പാൽ, ആഗുംബെ, ചിക്കമംഗ്ലൂർ, പിന്നെ നമ്മുടെ കാസർഗോഡ് ഫുൾ സംഗതി സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളെ ഇച്ചൂച്ച ഫുൾ സെറ്റാണ്. കാസർഗോഡുകാരെ ഫുള്ള് പരിചയപ്പെടുത്തി തന്ന് നമ്മളെ KL14 ക്ലബിലെ മെമ്പേഴ്സിനൊക്കെ മീറ്റാക്കാനുള്ള സെറ്റപ്പ് ആക്കി തന്നെ നമ്മൾ ഇച്ചുച്ചാണ്. അപ്പോൾ ഇച്ചുച്ചക്ക് വലിയൊരു താങ്ക്സ് ഉണ്ട്. ഇച്ചുച്ച ഫുൾ സെറ്റാക്കി തന്നെ ഞങ്ങൾ പൊന്നും കട്ട ഇച്ചുച്ച. ഓക്കെ ഇച്ചുച്ച, അപ്പോൾ ഞങ്ങൾ പോകുന്നത് എന്തിനെ വിളിക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും. ഒരു യോഗ കൊടുക്കുക നമ്മുടെ ഫാൻസിന്. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. പോവാ. ആ പതുക്കെ പോ, ഫസ്റ്റ് സ്ലോയിൽ എടുക്കട്ടോ. ഇച്ചു പോയി. അപ്പോൾ ഗായ്സ് കാസർഗോഡ് ചട്ടഞ്ചാലിന് ഞങ്ങളിത് അവിടെ പറയുന്നു. നമ്മളെ ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ എക്സ്പെഡിഷൻ ഒഫീഷ്യലി ഒരു 30 കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ കേരള ബോർഡർ കടക്കുന്നതാണ്. പിന്നെ കർണാടക, അവിടുന്ന് ഗോവ, മഹാരാഷ്ട്ര അങ്ങനെ കയറും ഇൻഷാ അല്ലാഹ്. ഹൈവേയുടെ പരിപാടി നല്ല അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് സൈഡും 6 ലൈനോ 8 ലൈനോ അങ്ങനെ എന്തോ അല്ലേ, 6 ലൈൻ + 2 സർവീസ് ലൈനോ അങ്ങനെ എന്തോ ആണെന്ന് കേട്ടത്. എനിക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും പരിപാടി പണികളെല്ലാം നല്ല ഉഷാറായി നടക്കുന്നുണ്ട്. റോഡ് വന്നു കഴിഞ്ഞാൽ അടിപൊളിയാവും. കേരളത്തിലെ റോഡുകളല്ല, കേരളത്തിലെ ഈ ഹൈവേ നല്ല ഉഷാർ ഹൈവേ ആവും. അസ്സലാമു അലൈക്കും. വെള്ളം ഫുള്ള് സെറ്റാണ്. ഇത് നമ്മളെ ഹൈദർച്ച എന്ന് പറയും, KL14 റൈഡേഴ്സ് ക്ലബിൻ്റെ ഹെഡ് എന്ന് പറയാം. അവർക്ക് കിട്ടിയ അംഗീകാരങ്ങളും മെഡൽസും ഓരോ സ്ഥലത്ത് പോയിട്ടുള്ള റൈഡിങ് ചെയ്തിട്ട് ഓരോ സ്ഥലത്ത് നിന്ന് പോയിട്ട് കിട്ടിയ അംഗീകാരങ്ങൾ ഇപ്പോൾ നമ്മൾ വീഡിയോ കാണിച്ചു തരുന്നത്. ഫുൾ ഇപ്പോൾ അവരെ മീറ്റാക്കാൻ വന്നതാണ്. അവരിപ്പോൾ എല്ലാ കാര്യങ്ങളും, എല്ലാ ഇൻഫോർമേഷനും കാര്യങ്ങളായിട്ട് നമുക്ക് ഷെയർ ചെയ്യും. നമുക്ക് എല്ലാം വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് മൂപ്പരാളെ മറ്റേ എൻ്റെ കൂട്ടുകാരൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇസാക്ക് വഴിയാണ് നമുക്ക് പരിചയപ്പെടുത്തി തന്നു. ഇച്ചൂച്ച ഡൽഹിയിലുണ്ട്. ആവശ്യം പറഞ്ഞാൽ പോയാൽ ഇതിലൊരു നമ്പർ ഉണ്ട് ഇടാം. മഹാരാഷ്ട്ര മുംബൈയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിൽ വിളിച്ചാൽ മതി. വിളിച്ചിട്ട് പോയി കേട്ടോ, ഫ്രീ സർവീസ് കാണിച്ചാൽ മതി. അത് കാണുമ്പോൾ അറിയാം.
ഹെൽമെറ്റിനെയാണ് ഞങ്ങൾ പോയി. സേഫ് ആയിട്ട് ഓക്കെ ഒന്നുമില്ല. ഇവിടുന്ന് റൈറ്റ് അടിച്ചാൽ പിന്നെ ഒരേ സ്ട്രൈറ്റ് ഓക്കെ ഓക്കെ ഞങ്ങൾ വിളിക്കണ്ടോ എന്തുണ്ടെങ്കിലും? ആ അവിടെ എത്തിയിട്ടാണ് റൈറ്റ് അടിക്കാം. ഓക്കെ ഓക്കെ അടുത്തുള്ള ഒരേ റോഡ് നോക്കിയിട്ട് ഓക്കെ ശരിയാ. ഗായ്സ് കുംബ്ല അങ്ങനെ ഏതൊരു ടൗൺ കഴിഞ്ഞിട്ടുണ്ട്. ഓൾമോസ്റ്റ് കർണാടക ബോർഡർ എത്താറായിട്ടുണ്ട്. ഒരു 10 to 15 കിലോമീറ്റേഴ്സും കൂടി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കർണാടകയിലെത്തിയിട്ട് കാണണം. അപ്പോൾ നാവിഗേറ്റർ ഫാമിലി, എൻ്റെ ബാക്കിൽ കാണുന്ന തലപ്പാടി ടോൾ പ്ലാസ കർണാടകയിലെ ഫസ്റ്റ് ടോൾ പ്ലാസ ആണ്. നമ്മൾ ഒഫീഷ്യലി ഫസ്റ്റ് സ്റ്റേറ്റ്സ് ക്രോസ് ചെയ്തു. നമ്മുടെ കേരള ക്രോസ് ചെയ്തതിന് ശേഷം കയറിയ ഫസ്റ്റ് സ്റ്റേറ്റാണ് കർണാടക. ഇനി വരുന്ന വീഡിയോസ് കർണാടകയുടെ വീഡിയോസാണ്. ഞങ്ങളിതാ ഭയങ്കരമായിട്ട് ഇവിടെ ഹൈഡ്രേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്ലാസ് എടുക്കാനുള്ള മടി കൊണ്ട് ബാഗിൻ്റെ ഉള്ളിലായതുകൊണ്ട് ക്യാനോട് കൂടി കുടിക്കുകയാണ്. ഫസ്റ്റ് ജാസിം ഭായ് കുടിച്ചു, പിന്നെ ഞാൻ കുടിച്ചു, ഇപ്പോൾ നിച്ചു ഭായ് ഇതവിടെ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് സ്റ്റേ ഹൈഡ്രേറ്റഡ്. രണ്ട് സൈഡിലും ഫുള്ള് മരവും തണലുമായിട്ട് മാഷാ അല്ലാഹ്. ട്രിപ്പ് ഓൺ ഒരേ വൈബ്. So guys, enjoy the view. Sorry. മഴ അടിപൊളി. കർണാടക എത്തിയപ്പോഴത്തെ മഴ തുടങ്ങിയല്ലോ. അപ്പോൾ ഞങ്ങൾ കാര്യമായിട്ട് മിസ്സാക്കാൻ പോകുന്ന ഗൈസ് വീട്ടിലെ ഫുഡാണ്. നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ 2-3 ദിവസം മുന്നേ മുതൽ എൻ്റെ വീട്ടിലും ട്രിപ്പിൻ്റെ ഫ്ലാഗ് ഓഫ് കഴിഞ്ഞ് അന്ന് രാത്രി പിറ്റേന്ന് ഓഫ് ഡേ എടുത്ത് അന്നും ഇന്ന് രാവിലെ നിഷാദ് ഭായിയുടെ വീട്ടിൽ നിന്ന് കാസർഗോഡിലും നല്ല ഫുഡായിരുന്നു. ഈ ജയിലിൻ്റെ മതിൽ മാതിരി ഗൈസ് നിങ്ങൾക്ക് ആരെങ്കിലും ഒന്ന് കമൻറ്റിലിടിട്ടോ. ഇനി വേസ്റ്റ് ഇടാതാക്കാൻ വേണ്ടിയിട്ടാണോ അവരിങ്ങനെ കംപ്ലീറ്റ് ചെയ്ത്? ശരിക്കും ജയിലിൻ്റെ മാതിരിയുണ്ട്. എന്തല്ലേ ഓരോരോ കണ്ടുപിടുത്തോ. ക്യാമറ കള്ളന്മാർ വേസ്റ്റ് ഇടുന്നവരെ പിടിക്കാൻ തന്നെ ക്യാമറയും വെച്ചിനോട് നല്ല ക്വാളിറ്റി ഉള്ളതാവും. പെട്രോൾ ഇല്ലേ? പെട്രോൾ नहीं भाई, स्टॉक पूरा खत्म. क्या भैया, फर्स्ट पेट्रोल पंप से पूरा खत्म. ये पूरा कर्नाटका इधर मारियानो. हाँ केरला से गाड़ी ने. ओके अच्छा भैया, ओके കൊള്ളാലോ. ഓട്ടോറിക്ഷ ഒരേ വൈബ് തന്നെയാണല്ലോ അണ്ണൻ. ഓയ് ഒരു സ്കൂട്ടർ വരുന്നുണ്ട്. സ്കൂട്ടർ അപ്പോൾ ഗൈസ് ഞങ്ങൾ ഈ ട്രിപ്പിൻ്റെ മെയിൻ മോട്ടോ എന്താണെന്ന് വെച്ചാൽ സേവ് വാട്ടർ സേവ് ലൈഫ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, വെള്ളം ഇല്ലെങ്കിൽ ജീവിതമില്ല ആർക്കും. നമുക്കുമില്ല, മൃഗങ്ങൾക്കുമില്ല, പശുക്കൾക്കുമില്ല, ഒന്നിനുമില്ല. മീനുകളെ കാര്യം പിന്നെ പറയണ്ടല്ലോ, ഒരു വെള്ളത്തിലാണല്ലോ ഫുൾ ടൈം. അപ്പോൾ പറഞ്ഞ മാതിരി എല്ലാവരും വെള്ളം അമിതമായി ഉപയോഗിച്ച് വേസ്റ്റ് ആക്കരുത്. ഇതിനൊക്കെ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. മറ്റേ പുകൻ്റെ വശത്ത് പറഞ്ഞ മാതിരി വെള്ളം കിട്ടാണ്ടായത് വലിയ വില കൊടുക്കേണ്ടി വരും. ശരി തന്നെയാണ് അതൊക്കെ. ഹായ് ഭായ് ഒരേ ടറ് മച്ചാ പൊളി. ഞാൻ ഇങ്ങനെ പോവും കേട്ടോ, ഇങ്ങനെ പോവും. ടാറ്റാ. അള്ള ബോർഡ്. എല്ലാവരും ഒരേ ചിരിയല്ലോ. എന്ത് പറ്റി പഠിച്ചവനത്. മനുഷ്യന്മാരൊക്കെ എത്ര നല്ലവർ തന്നെയോ. ഞാൻ ഈ റൈഡ് പണ്ടേ പോകേണ്ടതായിരുന്നു. ഗോപ്രോക്ക് ബാറ്ററി തീരെ കിട്ടുന്നില്ല. ഒരു 20-25 മിനിറ്റ്സ് 30 മിനിറ്റ്സ് ആകുമ്പോഴത്തേനും ബാറ്ററി നിൽക്കുന്നത്. ഇവിടെ എവിടെ ഒരു ഷോപ്പിലേക്ക് വിളിച്ചിട്ട് ഒരു ബാറ്ററി സെറ്റാക്കിയിട്ടുണ്ട്. എന്തായാലും ബാറ്ററിക്ക് തീരെ ലൈഫ് കിട്ടുന്നില്ല. അപ്പോൾ ഒരു ബാറ്ററിയും കൂടി വാങ്ങാം. ഇതിനൊക്കെ ഗോപ്രോൻ്റെ ആക്സസറീസ് എന്ന് പറഞ്ഞാൽ മുടിഞ്ഞ റേറ്റാണ്.
പക്ഷെ എന്ത് നമുക്ക് വാങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ. 3 മാസം കറങ്ങണ്ടേ, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാനൊക്കെ കവർ ചെയ്യണ്ടേ. അപ്പോൾ 3 ബാറ്ററി മിനിമം വേണം. ഞാൻ കോഴിക്കോട് ലാംബോസിൽ നിന്ന് വാങ്ങാൻ പ്ലാൻ ഉണ്ടായത് 3 ബാറ്ററി മീൻസ് ഒരു ബാറ്ററി എക്സ്ട്രാ വാങ്ങാൻ പ്ലാൻ ഉണ്ടായത്. പക്ഷേ അവിടെ സ്റ്റോക്ക് ഔട്ട് ആയതുകൊണ്ട് പിന്നെ തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞത്. 101 ആയോ ബൈ കർണാടകയിൽ? എപ്പോ? ഞാൻ ലാസ്റ്റ് പറഞ്ഞപ്പോൾ 92 ആണല്ലോ. എത്ര വയസ്സോ? 2 ഡേയ്സോ? എത്ര റുപ്യ കൂടി? 2 rupees. അപ്പം 99 ലാസ്റ്റ് നോണാ? കാൽക്കുലേഷൻസ് ഒക്കെ തെറ്റി. ഒരു 500 അടിക്കല്ലേ രണ്ടിലും? എല്ലായിടത്തും ഇതേ റേറ്റ് അല്ലേ ഭായി? പൂരാ കർണാടക സെയിം റേറ്റ് ആണ്. ആ എന്നാ ഒരു 500 500 പോരെ? ആ 500 കയറിയതിൻ്റെ ശേഷം ഈ ജംഗ്ഷനിലെ ട്രാഫിക് ലൈറ്റ് ഉണ്ടല്ലോ, അതൊന്നും കത്തണില്ല. എന്താ ഇവിടുത്തെ KCB അത്രക്ക് ദാരിദ്ര്യം പിടിച്ചാണോ? കടം മുടിഞ്ഞോ? കടം കയറി മുടിഞ്ഞ KCB ആണോ? അതോ ഇനി ഓരിങ്ങനെയാണോ ഇവിടെ കർണാടകയിൽ? യാ അല്ല, പഠിച്ചോന്നറിയാം. ഇനി എല്ലാം കൂടി വരേക്ക് വരുമോ? ഏയ്, ഇവിടെ ഉള്ളവരൊക്കെ ഇതേമാതിരി തന്നെ പോണ്. പ്രശ്നമാവില്ലേക്കും. ഒരു ലൈറ്റും കത്തണില്ല. ഇപ്പം 2 or 3 ഞാൻ കടന്ന് ഒരൊറ്റൊന്നും കത്തിയിട്ടില്ല. വണ്ടിയാണ് ഈ ചറ പറയാന്ന് എല്ലാ സൈഡിലൂടെയും പോകുന്നുമുണ്ട്. AJ ഹോസ്പിറ്റൽ കൊള്ളാം, നല്ല പേര്. അഹമ്മദ് ജുനൈദ് ഹോസ്പിറ്റൽ. എൻ്റെ പേരിലും ഹോസ്പിറ്റൽ ഇട്ടൂടെ, ഷോർട്ട് കട്ടില്ലാന്നുള്ളൂ. എൻ്റെ മാതിരി തന്നെ നല്ല വലിപ്പുണ്ടല്ലോ. അങ്ങനെ വല്ല സെറ്റപ്പ് ഉണ്ട് യാസിമോടെ? ഹായ്, അലൈഹിസ്സലാം. ആ ഫുള്ള് ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ. ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ. ആ ഞങ്ങൾ മലപ്പുറത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത്. ആ നിങ്ങളെവിടെ? സ്ഥലം എവിടെ? എവിടെ? തൃശ്ശൂരാ? ആ ആ ആ ഒരാളുണ്ട് നമ്മളെ കോറൈഡർ, അവനവിടെ സൈഡാക്കിണ്ടോ, അവനെ വെയിറ്റ് ചെയ്യാം. അവനെന്താ വർക്ക് ചെയ്യുന്ന അവിടെ? പഠിക്കുന്ന? എന്താ പേര്? ജിഷ്ണു. ആ ആ ആ മലപ്പുറം തിരുവരങ്ങാടിയാണ്. ആ ആ ഓക്കെ. അഞ്ഞൂറ് വെച്ച് കയറ്റിയുണ്ട്. ചങ്ങായിൻ്റെ വണ്ടി എന്താ അല്ല മുടിഞ്ഞ മൈലേജ് ആവുന്നതാണ്. ഫുൾ ടാങ്കായി. എൻ്റെ അത് ഫുൾ ടാങ്ക് ആയിട്ടില്ല. അവൻ്റെ ഇന്നലെ മിഞ്ഞാന്ന് മാഹി നടിച്ചപ്പോഴും ഫുൾ ടാങ്ക് തന്നെയാണ്. അതുകൊണ്ടാവും. ഇവിടെ 101 എത്രയോ 53. ഇപ്പം എന്താ റോട്ടിനോട് കൂടി തീവണ്ടി പോണ്. റോട്ടിനോട് കൂടിയ തീവണ്ടി ഇതാ കണ്ടോളി. കണ്ടോ? റോട്ടിൻ്റെ നടുവ് കൂടിയ, ഹൈവേൻ്റെ നടുവ് കൂടിയ തീവണ്ടി ട്രാക്ക്, റെയിൽവേ ട്രാക്ക്. അതെന്തോ സെറ്റപ്പാണ്. ടാറ്റൻ്റെ പഴയ 407 ഇത് കാണുമ്പോൾ സ്ഫടികം ഓർമ്മ വരുന്നല്ലോ. ചെകുത്താൻ. ജാസിം അലിക്കൽ ഫ്രം പട്ടാമ്പി. ആൾക്കാർ ഫുള്ള് സപ്പോർട്ട്. ഇതാണ് ഞങ്ങളുടെ എനർജി. റോട്ടിലൂടെയുള്ള ഞങ്ങളുടെ എനർജി ഈ ആൾക്കാരുടെ സപ്പോർട്ടും. രാത്രി ടെൻറ്റിലെത്തിയാൽ, ഇന്ന് മുതൽ നമ്മൾ ടെൻറ്റിലാവും മിക്കവാറുണ്ടാവുക ഗൈസ്. അപ്പോൾ രാത്രി ടെൻറ്റിലെത്തിയാലുള്ള ഞങ്ങളുടെ എനർജി, യൂട്യൂബ് വീഡിയോൻ്റെ അടിയിലുള്ള നിങ്ങളുടെ നല്ല കമൻസും. അപ്പോൾ ഇന്നത്തെ ടെൻറ്റിങ് സെറ്റപ്പ് എല്ലാം കാണാമെന്ന വിശ്വാസത്തോടു കൂടി ഞങ്ങളിതാ മുന്നോട്ട് നീങ്ങുന്നു. താങ്ക്സ് മാൻ. നിങ്ങളെവിടെ? സ്ഥലം എവിടെ? കണ്ണൂരാ? നീ എവിടെ? എന്താ പേര്? നൂർ മുഹമ്മദ്. ഫായിക്ക്. ഇവിടെ എന്ത് ചെയ്യുന്നു? ആ ശരി എന്നാ. ജുനൈദ്. ആ താങ്ക്സ് ഡാ, പോട്ടെ. ഉപ്പിന്ന് ബാറ്ററിയും വാങ്ങി. എന്താ കൊമ്മത്ത്
കമ്മ സ്റ്റുഡിയോ അങ്ങനെ എന്തോ ഷോപ്പിൻ്റെ പേര്. ബാറ്ററിയും വാങ്ങിയിട്ട് ഞങ്ങളിതാ മണിപ്പാലിലേക്ക് പോകുന്നു. ഇവിടുന്ന് മണിപ്പാലിലേക്ക് 4.9 kilometers, approximately 10 minutes, 10 to 15 minutes, depending upon the traffic. ഇതേത് മണിപ്പാലോ? ഇതാണോ കറക്റ്റ് മണിപ്പാല്? ഉടുപ്പ് വിട്ടുണ്ടോ അവിടെ? നമ്മളിപ്പോൾ 2 kilometer ഇട്ട് പോകുന്നില്ലേ? എനിക്കൊന്നും മണിപ്പാലിൻ്റെ സ്റ്റാർട്ടിങ് അറ്റാവും. നല്ല നൈസ്, നല്ലൊരു നോർത്തിലേക്ക് എത്തിയൊരു ഫീലില്ല. ഇതാണ് മണിപ്പാൽ യൂണിവേഴ്സിറ്റി. ജാസിമിൻ്റെ കൂടെ 10 പഠിച്ചൊരു ഫ്രണ്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടെ മീറ്റാക്കാൻ വന്നത്. അപ്പോൾ ഇന്ന് ടെൻറ്റ് സ്റ്റേ മണിപ്പാൽ യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് ഏതെങ്കിലും പെട്രോൾ പമ്പിൽ പെർമിഷൻ വാങ്ങിയിട്ട് ടെൻ്റ് അടിക്കണം. അതാണ് പരിപാടി. അതോ നിൽക്കുന്നു ജാസിമിൻ്റെ ഫ്രണ്ട് നിച്ചുവായി. ആരും സ്റ്റേ തന്നില്ല, പമ്പിൽ സ്റ്റേ അടിക്കാൻ സമ്മതിച്ചില്ല. ഇവിടെ ആകെ വലിപ്പമുള്ള ഒരേ ഒരു പമ്പേ ഉള്ളായിരുന്നു. മറ്റുള്ളവർക്ക് ടെൻ്റ് അടിക്കാൻ ഗ്യാപ്പില്ല. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പെട്രോൾ പമ്പല്ലേ, ഇവിടെ ടെൻ്റ് അടിക്കാൻ പറ്റില്ല എന്ന്. നല്ല മനുഷ്യരായ പമ്പർ നമുക്കിവിടെ ടെൻ്റ് അടിക്കാൻ പെർമിഷൻ തന്നിരിക്കുകയാണ്. അപ്പോൾ കുക്ക് ചെയ്യരുതെന്നാണ് പറഞ്ഞത്. അപ്പോൾ തൽക്കാലം ഇന്ന് രാത്രി ഫ്രൂട്ട്സ് കഴിച്ച് വയറ് നിറയ്ക്കാം. പഴം തിന്നല്ലേ? പഴം പാത്തക്കും മതി, ഒരേ ചില്ല്. ജാസിം കമോൺ മൈ ബോയ് കമോൺ. അപ്പോൾ ഗായ്സ്, നമ്മളിപ്പോൾ മണിപ്പാൽ ശിവമോഗൻ്റെ ഇടയിലുള്ളൊരു അങ്ങാടിയിലാണ്. ഇവിടുന്ന് രാത്രിത്തേക്കുള്ള ഡിന്നർ വാങ്ങാനുള്ള പരിപാടിയാണ്. ഫ്രൂട്ട്സ് ആയിരിക്കും മിക്കവാറും. പമ്പൊരു കുക്കിംഗ് നോട്ട് അലൗഡ്, റോബസ്റ്റ്. 100 rupees ഫ്രൂട്ട്സാണ്. പിന്നെന്താ കഴിക്കുന്നത്? എന്ത് പഴവും പത്തൊക്കെ, പിന്നെ വെള്ളത്തിൽ ഇലക്ട്രോളോ എന്താണ് ഇലക്ട്രോ കലക്കി കുടിക്കുന്നു. 520 ആണോ? ഓക്കെ. അപ്പോൾ ഗൈസ്, പെട്രോൾ പമ്പിൽ നിന്ന് ജാസ്മിൻ്റെ ഫ്രണ്ട് വിളിച്ചു. മണിപ്പാൽ യൂണിവേഴ്സിറ്റി പഠിക്കുന്നല്ലേ. എന്നിട്ടിപ്പോൾ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ മെൻസ് ഹോസ്റ്റലിൽ ഞങ്ങൾക്കൊരു റൂം സെറ്റായിട്ടുണ്ട്. നിഷാദിച്ചടക്കുന്ന അവിടെ ഉണ്ട്, ജാസിം ബ്രോ അവിടെ ഉണ്ട്, ഫുൾ ലഗേജ് ഇവിടെ ഉണ്ട്. ഇനി കുളിക്കണം, ഫ്രഷ് ആവണം. ഇപ്പോൾ ടൈം എത്രയായി? 9:45 അപ്പോൾ കുളിച്ച് ഫ്രഷായി നമ്മുടെ വാട്ടർമെലനോടെ രാത്രിക്കത്തെ ഡിന്നറും കഴിച്ച് പഴം കഴിച്ച് കഴിഞ്ഞു. ഈ വാട്ടർമെലനുണ്ട്. ഞങ്ങളിപ്പോൾ ഹെൽത്തി ഫ്രൂട്ട്സ് അയക്കാമെന്ന് വെച്ച് #healthy അവിടെ നിന്ന് ജാസിമും നിച്ചുബായും ഇവിടെ വത്തൊക്കെ കട്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളത് കഴിച്ച് കിടക്കട്ടെ, ബാക്കി നാളെ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ് ഗൈസ്. ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞാളാ.